ആ എന്നെ ഇവിടെ ഇറക്കിയത്. അപ്പൊ എങ്ങനെ കുട്ടച്ച? നീ ഒന്ന് വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നാൽ മതി, ഞാൻ എത്തിക്കോളാം. ആയിക്കോട്ടെ. ജപ്പാൻ കുട്ടി പെട്ടെന്നൊരു ചായ എടുത്തോ. എന്നാ കുട്ടച്ച ഇത്ര വെപ്രാളം? വെപ്രാളോ? എനിക്കോ? തന്റെ വാർഡിൽ എന്ത് പറ്റിയടോ? എന്ത് പറ്റാൻ, 144 വോട്ടിന് അരുണഗിരി ജയിച്ചു. ഷടേ, എന്നാലും 10-15 കൊല്ലം മെമ്പറായിരുന്ന കുട്ടച്ചൻ ഇത്തവണ തോറ്റു എന്ന് പറഞ്ഞാ ആര് പറഞ്ഞു ഞാൻ തോറ്റെന്ന്? എടോ, ജനമനസ്സിൽ ഇപ്പോഴും കുട്ടച്ചന് സ്ഥാനമുണ്ട്. ഓ, അങ്ങനെ പറഞ്ഞ് സമാധാനിക്കാം. എടോ, ഈ അരുണഗിരി എന്താ ഒലത്താൻ പോകുന്നതെന്ന് ഈ നാട്ടുകാർക്കറിയാം. അവസാനം വഞ്ചി തിരുനക്കര തന്നെ എന്തും എന്ന് വെച്ചാ എന്റെ വാർഡിലെ ഏത് പ്രശ്നവും ഒടുവിൽ എന്റെ മുന്നിലെത്തും. ജപ്പാനെ, നീ കണ്ടോ? അങ്ങനെ ഏതായാലും പുതിയ പ്രസിഡന്റ് ഭരണം കലക്കുമെന്നാ എന്റെ അഭിപ്രായം. കോച്ചെ കലക്കുമെന്നല്ലടോ, കലങ്ങുമെന്ന. ഈ നാട് മുഴുവൻ അവന്റെ ഭരണത്തിൽ കലങ്ങും. അങ്ങനെ കലങ്ങിയാലും പിന്നെ തെളിഞ്ഞോളും കുട്ടച്ച. ഓ, മെമ്പർ ജാനമ്മ ഇവിടെ ഉണ്ടായിരുന്നോ? സ്വീകരണത്തിന് പോയില്ലേ? ആ പോണം, അങ്ങോട്ടേക്ക് ഇറങ്ങിയതാ. എന്നാ ഞാനും വരാം. അതിന് താനിപ്പോ മെമ്പറല്ലോ. ജനസേവനത്തിന് മെമ്പർ ആവണോന്നില്ലടോ. ഓ, അങ്ങനെയാണോ? 5-6 മാസത്തിനകം ഈ ഭരണം വീണ പിന്നെ ഞങ്ങളല്ലേ ഭരിക്കേണ്ടത്. അതെ അതെ. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. അതെടുത്ത് നീ പിന്നെ അടപ്പത്ത് വെച്ചോ. നിങ്ങൾ അവിടെ ഇരുന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? കുട്ടച്ചനോടാ. ഇത്തവണ ഗജേന്ദ്ര കുറുപ്പിന്റെ ഒരു അഭ്യാസം ഇവിടെ വില പോവില്ല ഓ, കുട്ടച്ച. നമുക്ക് കാണാം. കാണാം. ജാനമ്മയുടെ കളി. രക്ഷപ്പെട്ടു. ധനുരാശി, മൂലം പൂരാടം ഉത്രാടം കാൽ. ഈ രാശിയിൽ ജനിച്ചവർക്ക് ഈ ആഴ്ച പല ദോഷഫലങ്ങളും അനുഭവപ്പെട്ടേക്കാം. ധനനഷ്ടം, മാനഹാനി, ആശുപത്രിവാസം, നാൽക്കാലികൾ, ഇരുചക്രവാഹനങ്ങൾ, പല അപകടങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ഭവിക്കാൻ ഇടയുണ്ട്. അതിനാൽ അതൊക്കെ അങ്ങേരുടെ കൂടെ പുറപ്പല്ലേ. എടാ പുരുഷോ, നീ ആ സിറിഞ്ചിൽ ഒരു 150 ml എൻഡോഫോളിക്കോളും കൂടെ എടുത്തോ. എന്തിനാ? ഇവൾക്കൊരു ഇഞ്ചക്ഷൻ കൂടി കൊടുത്തേക്കാം. ഇപ്പൊ തന്നെ വേണോ? ഞാൻ പറയുന്നത് നീ കേട്ടാ മതി കേട്ടോ. അതെ, ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോ ഇവൾക്ക് ചവിട്ടുന്ന ശീലമുണ്ട്, അതുകൊണ്ട് നീ തന്നെ കുത്തിവെക്ക. ഞാനോ? ഞാൻ കമ്പൗണ്ടറാ, ഡോക്ടർ കുത്തിവെച്ചാ മതി. അതെ, പിടി പിടി. ഇത് ചിലപ്പോ ഒരു കാര്യം ചെയ്ത് നീ ആ മൂക്ക് കയറി പിടിക്കോ. പിടിക്കും. മൂക്കറി പിടിക്കാം. മോനെ, മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. അങ്ങേരുടെ പ്രവചനം ഫലിച്ചോ? എന്റെ ഈശ്വരാ. നമസ്കാരം. നമസ്കാരം. നീ ഇവിടെ തേങ്ങ ചുമന്ന് കണ്ട് വേഗം ഷാപ്പിച്ചല്ലോ നോക്കട കാർത്തികേയ. ഇതിപ്പോ കഴിയും കിരീട്ടാ. ഇന്ന് ഷാപ്പിൽ ഭയങ്കര തിരക്കായിരിക്കും. ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ മണിയപ്പാ? ഇല്ലണ്ണ, എല്ലാം കേട്ടിട്ടുണ്ട്. എന്നത് പൂച്ചേരി കണ്ടത്തിലിറക്കിയിട്ട് നീ ഷാപ്പിൽ പോയിക്കോ. വക്കീല് കയറിയട്ടെ. ഒരു വൃത്തികെട്ട മണം. അത് തന്റെ കോട്ടിന്റെയാ. വെള്ളത്തിലാ വീടാന്നും പറഞ്ഞു കുറെ കുടിക്കുകയും ചെയ്തു. പിന്നെ മനസ്സിലായത് ചാണാക്കുഴിയെന്ന്. അയ്യോ, അളിയന് എന്ത് പറ്റി? ഇതിൽ കൂടുതൽ ഇനി എന്തോന്ന് പറ്റാൻ. എന്നെ ടാങ്കിലെങ്ങാനും കൊണ്ടുപോയിട്ട് അടച്ചു വെക്ക്. ഗോബർ ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി അങ്ങോട്ട് കയറിയാ വീടും കൂടി നാട്ടിക്കണ്ട. ഓളാ ചാണാക്കുഴി. കുളത്തിലെങ്ങനെ പോയി കിടക്കുക. എന്നിട്ട് വേണമല്ല മീനൊക്കെ ചത്തുപോകും. നീ വേഗം കോളേജിൽ പോകാൻ നോക്ക്. അമ്മ വന്നേ. പറഞ്ഞത് കേട്ടില്ലേ? പോയി കുളിച്ചേച്ചു വാ. 4-5 തവണയെങ്കിലും സോപ്പ് തേക്കണേ. ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് കുളിക്കുന്നത്? എന്നാ ഒരു കാര്യം ചെയ്യ്, ആ പാടത്ത് നിന്ന് 3-4 പണിക്കാരെയും കൂടെ കൂട്ടിനെ വിളിച്ചോ. എന്തിനാ മനുഷ്യൻ പോകുന്നേ? എന്റെ അണ്ണ കരയാതെ നമുക്കെല്ലാം ശരിയാക്കാം. കരഞ്ഞു പോകുമെടാ. ഇവൾക്ക് രണ്ടാമതൊരു പെൺകുഞ്ഞിനെ വേണമെന്നുള്ള ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നോർത്ത് കരഞ്ഞു പോയതാ. എന്തു പറ്റി? അതെല്ലാം ആ പശുവിന്റെ ചവിട്ട് തകർത്ത് കളഞ്ഞില്ലേ. നീ പതിയെ ശരണം വിളിച്ച് താഴെ വെക്ക്. എന്നിട്ട് എല്ലാ അവയവങ്ങളും ഉണ്ടാകുന്നൊന്ന് എണ്ണി തിട്ടപ്പെടുത്ത്. കാണുന്നില്ലല്ലോ, ഇത് എവിടെ പോയി? അമ്പലത്തിലോ മറ്റോ പോയി കാണാം. എവിടെയായിരുന്നല്ലോ?
എങ്ങനെയുണ്ട്? പ്രശ്നമൊന്നുമില്ല സാർ. നിങ്ങളായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതാ മതി. അതെ, ഇവരും കൂടെ ഇവിടെ നിൽക്കട്ടെ. ഓക്കെ സാർ. പോടാ അപ്പുറത്ത്. നമസ്കാരം. നമസ്കാരം. ഞാൻ പറഞ്ഞ കാര്യം എന്തായാലും നോക്കാം. കുട്ടച്ചൻ എന്താ ഇവിടെ? വീട്ടിലിരുന്നിട്ട് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല കുറുപ്പേട്ട. എന്റെ കയ്യിലിരുന്ന കാശ് കുറെ തൊലച്ചിട്ട് തോറ്റതും പോരാ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നാ? കുട്ടച്ചൻ ഒരു പുല്ലും ചെയ്യണ്ട. ഇപ്പൊ പോയിട്ട് സന്ധ്യയാകുമ്പോ വീട്ടിലോട്ട് പോവാ. ഓ, തോറ്റ് കളസം കീറിയതും പോരാ, അതിന്റെ ഇടയിൽ കൂടാ പണി. എന്താടോ സ്വീകരണം ഏറ്റുവാങ്ങാൻ ആൾ ഇതുവരെ വന്നില്ല? ഓ, ഇനി പഞ്ചായത്ത് പ്രസിഡന്റാണെന്ന കാര്യം മറന്ന് അരുണഗിരി കണ്ട പാടത്തും പറമ്പത്തും കൈക്കോട്ടുകൊണ്ട് കിളക്കിയായിരുന്നു. ഈ ഗിരിയണ്ണ എവിടെ ചെന്ന് കിടക്കുന്നാവോ? നിങ്ങളൊന്ന് സമാധാനപ്പെട്, പുള്ളി ഇപ്പോഴിങ്ങെത്തും. ചേട്ടാ നിന്ന് വേരിറങ്ങി താനൊന്ന് വിളിച്ചോ കൂടെ കുരിയച്ച. ഇതിൽ ബാലൻസ് ഒന്നുമില്ല, ഞാൻ അല്പം മുമ്പ് വിളിച്ചതേ ഉള്ളൂ. ഇന്ന് വല്ലോ നടക്കുവോ? താൻ ആണ് കൊള്ളാമല്ലോടാ തങ്കപ്പ, ഉഗ്രൻ ഐഡിയ. അയ്യോ, എന്താ ഇത്? ഊതി തീർന്നില്ല. തൽക്കാലം ഊതിയതൊക്കെ മതി, ഇനി വേണ്ടപ്പോ പറയാം. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് നാം ഇവിടെ ഒത്തുകൂടിയതും ഈ കാണുന്ന അലങ്കാരങ്ങളൊക്കെ ഒരുക്കിയതും പുതിയതായി തെരഞ്ഞെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റിനെ ഹാർദമായി സ്വീകരിക്കാനും അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ പ്രഥമ സഭ കൂടുവാനുമായിരുന്നു. ഇയാള് കുളമാക്കും. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, നിങ്ങൾ തെരഞ്ഞെടുത്ത പ്രസിഡന്റ് ഇതേവരെ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടില്ല. ആദ്യ സമ്മേളനത്തിന് പോലും പുല്ലുവില കൽപ്പിച്ച ഈ പ്രസിഡന്റ് എങ്ങനെ ഈ പഞ്ചായത്ത് ഭരിക്കുമെന്നോർത്ത് ഞാൻ കുണ്ഠിതപ്പെടുകയാണ്. ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ നമുക്ക് വേണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അല്പമെങ്കിലും ആത്മാഭിമാനം അദ്ദേഹത്തിന്റെ പക്കൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ രാജി സമർപ്പിച്ച് പുറത്തു പോകണമെന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. അയ്യോ, പ്രസിഡന്റ് പുറത്തേക്കല്ല പോയത്, പഞ്ചായത്ത് കിണറ്റിനകത്തേക്കാ. പ്രസിഡന്റ് കുഴപ്പമൊന്നുമില്ലല്ലോ. താഴേക്ക് ഇറങ്ങി വാ, അപ്പ അറിയാൻ കുഴപ്പം. ജീവിച്ചിട്ടുണ്ടോ? ഗിരിയണ്ണ, ഇത് പിടിച്ചോണേ. ഇങ്ങനെ ഒന്ന് സഹായിക്ക്. ഒന്ന് പിടിക്കാൻ പറ്റില്ലേ? പിടിക്കാൻ പറഞ്ഞത് അവിടെ അല്ല. ഗിരി ഗിരി എന്താ? എന്താടോ താൻ കിണറ്റിനകത്ത്? ഒന്നുമില്ല എന്റെ വാസേട്ടാ, ഒരു പൂച്ച കിണറ്റിൽ വീണു. ഞാൻ ഇറങ്ങി അതിനെ പുറത്തെടുത്തു. അയ്യോ, പാവം. പ്രിയമുള്ളവരെ, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചരിത്രത്തിൽ ആദ്യമായി കിണറ്റിൽ വീണ ഒരു സാധു പൂച്ചയെ അതിലിറങ്ങി രക്ഷപ്പെടുത്തിയ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് നല്ലൊരു കരഘോഷം കൊടുക്കൂ പ്ലീസ്, പ്ലീസ്. അങ്ങനെ ഇറക്കി വിടൂ. എന്നാ നമുക്ക് നീങ്ങാം. എങ്ങോട്ട്? പഞ്ചായത്തിലോട്ട്. എന്തിന്? ഇങ്ങേർക്ക് തലയ്ക്ക് വെളിവില്ലേ? ആദ്യത്തെ മീറ്റിംഗ് കൂടണ്ടേ? പ്രസിഡന്റിന്റെ സമയത്തിന് സൗകര്യത്തിന് കൂടേണ്ട ഒന്നല്ല പഞ്ചായത്ത് സഭ. അതിനെല്ലാം ചിട്ടകളൊക്കെ ഉണ്ട്. ഈ പഞ്ചായത്തിന്റെ സർവ്വ അന്തസ്സും കളഞ്ഞു കുളിച്ച് കേവലം ഒരു മ്യാവ് പൂച്ചയെ പിടിക്കാൻ ഇറങ്ങിയ ഈ പ്രസിഡന്റിനെ കുറിച്ച് ഓർത്ത് എനിക്ക് ലജ്ജ തോന്നുന്നു. ഞങ്ങളെ പ്രസിഡന്റ് പൂച്ചയെ പിടിച്ചത് പട്ടാപ്പകല. കാളക്കുറുപ്പിന് രാത്രിയിലാ പൂച്ചപിടുത്തം. കാളക്കുറുപ്പ് ഞാൻ പറയുന്നു. മൃഗസംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 123 പ്രകാരം അർദ്ധരാത്രിയിൽ പൂച്ചയെ പിടിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് കുറുപ്പേ. ഒരു പൂച്ചയെ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു ക്രിമിനൽ കുറ്റമായി മുൻ പ്രസിഡന്റ് കാണുന്നുവെങ്കിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. പൂച്ചയാണെങ്കിലും അതിനൊരു ജീവനില്ലേ? പിന്നെ ഈ കരയിലെ ജനങ്ങൾ കുടിവെള്ളമായി ഉപയോഗിക്കുന്നത് ഈ കിണറ്റിലെ വെള്ളമാണ്. അത് മലിനമായാൽ അവർക്കുണ്ടാവുന്ന വൈഷമ്യം മുൻ പ്രസിഡന്റ് മനസ്സിലാക്കാത്തതിൽ എനിക്ക് സങ്കടമുണ്ടോ? ഇവനൊരു പണി കൊടുക്കണ്ടേ കുറുപ്പേട്ട? താൻ പോടായിരുപ്പേ, തന്റെ വാക്ക് വിശ്വസിച്ച് വാ തുറന്ന എന്റെ അണ്ണാക്കില മാപ്പടിച്ച് കയറ്റിയത്. അതിപ്പോ ഇപ്പൊ കാണണോ ഇവനെയൊക്കെ? പ്രതിപക്ഷ നേതാവിന് ഉത്തരം മുട്ടിയ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പഞ്ചായത്തിലോട്ട് നീങ്ങാം. എന്താ ബാസിയേട്ടാ? പിന്നല്ലാതെ. മുൻകൂട്ടി നിശ്ചയിച്ച സമയത്ത് ഈ പ്രഥമ സഭ കൂടാത്തതിനാൽ ഞങ്ങൾ പ്രതിപക്ഷം ഒന്നടങ്കം ഈ മീറ്റിംഗ് ബഹിഷ്കരിച്ചിരിക്കുന്നു. ഓളമേ, എന്റെ പൊന്ന് കവി അവണാക്കുഴി, ഇതൂടെ നക്കിയിട്ട് അങ്ങ് വീട്ടിൽ പോ. എന്നിട്ടൊന്ന് കുളിച്ച് വൃത്തിയായിട്ട് വാ. ഷാപ്പാണേലും ഇതൊരു സ്ഥാപനമല്ലേ? ആകാശ പറവകൾക്ക് കുളി നിഷിദ്ധമാണ് വാസു. എങ്കിൽ താൻ കുളിക്കണ്ടോ? തരാനുള്ള പറ്റുകാശെങ്കിലും എന്താ? എടോ, ആധുനിക ചിന്തകർ വിതയ്ക്കാറുമില്ല, കുളിക്കാറുമില്ല. കവിപ്പുട സ്ഥിരമാക്കിന്ന് തോന്നുന്നു. അയ്യോ, എനിക്ക് വേണ്ടേ? താമസിയാതെ കുടികടപ്പവാസം ചോദിക്കുന്ന ലക്ഷണമാ. ആണോ? അല്ല, നീ എന്താ പതിവില്ലാതെ? പതിവുകളൊക്കെ മാറുകയല്ലേ കൊച്ചേട്ടാ. മനസ്സിലാവുന്ന ഭാഷയെ പറയടാ.
പറയുന്നതിനേക്കാളും നേരെ കാണുന്നല്ല നല്ലത്. ഒരു നല്ല കാര്യത്തിന്റെ തുടക്കമല്ലേ, ഇനി പുറത്തല്ല നിൽക്കേണ്ടത്. ദേ ഇങ്ങോ അകത്തോട്ട് വാ. നമ്മെ മനസ്സിലായി കാണും. എങ്കിലും നാം ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. ഞാൻ ഗോവർദ്ധനൻ. ഇന്നു മുതൽ ഈ ഷാപ്പിന്റെ മേൽനോട്ടം വഹിക്കാൻ നിർബന്ധിതനായ ഒരു മാന്യൻ. ഇന്നു മുതൽ നിങ്ങളുടെ എല്ലാ സൗകര്യത്തിനായി ഞാൻ ചില പരിഷ്കാരങ്ങൾ ഈ ഷാപ്പിൽ വരുത്താൻ പോവുകയാണ്. ഒന്നാമതായി ഒന്നും രണ്ടൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഷാപ്പിൽ ചാർജ് എടുക്കാനുള്ള ഓല കൊണ്ടുവന്നിട്ടുണ്ട്. ഓല? ഈ ഷാപ്പിനെ മേൽനോട്ടം വെക്കാൻ ഓല വിളിച്ചിട്ട് വന്നോ? എടാ ഓല എന്ന് പറഞ്ഞ അപ്പോയിന്റ്മെന്റ് ഓർഡർ. അത് നിർബന്ധമാണ്. അല്ലെങ്കിലേ ഗിരിയേട്ടൻ നേരിട്ട് വന്ന് വാസുവേട്ടനോടോ മാനേജറോടോ പറയണം. അല്ലാതെ മറ്റു വഴിയൊന്നുമില്ലേ? ഉണ്ടല്ലോ, അത് പറഞ്ഞതാ. ദേ മുമ്പേ കിടക്കുന്നു പുറത്തേക്കുള്ള വഴി. അപ്പോ കൊച്ചേട്ടൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ പോയി ഓല വലിച്ചോണ്ട് വരാം. അല്ല, അളിയന്റെ കയ്യിൽ നിന്ന് ഓലയും വാങ്ങിച്ചോണ്ട് വരാം. വാടാ പുരുഷു. അതെ, ഞങ്ങളപ്പോ പോയിട്ട് വരാം. ഇനി കള്ളു കുടിക്കാൻ ഓലയും വലിച്ചോണ്ട് വരേണ്ടി വരുമോ? പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയിരിക്കുക ഒരു മൃഗഡോക്ടറും പാലും. ഇങ്ങനെ പോയ അണ്ണന്റെ കാര്യം പോക്ക. ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞാടാ എരപ്പേ, നമ്മുടെ നമ്പർ ഒന്നും വാസുട്ടിന്റെ അടുത്ത് ഏൽക്കില്ലാന്ന്. നിന്റെ ഒരു മുടിഞ്ഞ ബുദ്ധി. ഇത് കേട്ടാത്തൊന്നും ഈ കാട്ടിക്കൂട്ടിലൊക്കെ എനിക്ക് വേണ്ടിയാണെന്ന്. എന്നിങ്ങനെ ഭാര്യ വീട്ടിൽ പോയി കൈ നീട്ടാൻ അണ്ണന് നാണാവൂലേ? അല്ലാതെ ഞാൻ എന്ത് ചെയ്യും? അണ്ണൻ നേരെ ഗിരി അണ്ണന്റെ അടുത്ത് പോണം. സ്വർണ്ണ ചേച്ചിയുടെ അവകാശം ചോദിക്കണം. ചോദിച്ചാ പോരാ, അത് വാങ്ങിച്ചെടുക്കണം. ആ ഓഹരി കൈ കിട്ടിയ പിന്നെ അണ്ണൻ ആരാ? രാശാവല്ലേ? പിന്നെ നമ്മളെ കോന അടിച്ചവരെല്ലാം അണ്ണന്റെ പിന്നാലെ പോരും. അപ്പോ നമുക്ക് അങ്ങനെ ചെയ്യാല്ലേ? അണ്ണൻ ധൈര്യമായിട്ട് ചെന്ന് ചോദിക്കണ്ട, കൂടെ ഞാനില്ലേ? കമാൻ. അമ്മ, ഞാൻ നിന്റെ ആരാ? ഞാൻ ആരാന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എടാ ഗോവർദ്ധന, വല്ലതും കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ എന്നേക്കുമായി കിടന്നാൽ എല്ലാവരും ഹാപ്പി അല്ലേ? എന്നാൽ അങ്ങനെ കിടന്നു തരുന്നവനല്ല ഈ ഗോവർദ്ധനൻ. എങ്കോ പോയി സാറായം കുടിച്ച് വന്നിരിക്ക് അയോഗ്യ പയ്യൻ. കണ്ണും പുല്ലും കണ്ടുകൂടെങ്കിലും പറട്ട കളവിക്ക് എന്തൊരു കേൾവി ശക്തി. എന്റെ ഈശ്വരോ, കാലിനും പണിമുടക്കാണോ? മെക്കിട്ടേറ്റ എന്റെ നേർക്ക് മതി. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞാൻ ആരുടെ നെഞ്ചത്തും മെക്കിട്ട് കയറും. ഞാൻ ഗോവർദ്ധനൻ. എന്നാ മൂടിടിച്ച് വീഴുകയും ചെയ്യും. അയ്യോ, എനിക്ക് വയ്യ. ഇന്ന് ഗ്രഹണമാണോ? നിർക്കൊല്ലിയും തലവൂക്കി തുടങ്ങി. സത്തം പോടാതെ നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് നിങ്ങൾ തരുമോ? ഗോവർദ്ധനോ, എന്താ അളിയന്റെ ഡിമാൻഡ്? എനിക്ക് എന്റെ ഓഹരി കിട്ടണം. നിന്റെ ഓഹരി നിന്റെ വീട്ടിൽ ചെന്ന് വേണ്ട ചോദിക്കാൻ? അതിന് വീടില്ലല്ലോ. അതും വിറ്റോ? അതെ, എന്റെ ഭാര്യയുടെ ഓഹരി അതെനിക്ക് ഉടനെ കിട്ടണം. നല്ല കാര്യങ്ങള് വെച്ച് താമസിപ്പിക്കരുതേ. അങ്ങോട്ട് കൊടുത്തു കളയാം. ഇങ്ങോട്ട് ഓക്കിലേ. പിന്നെ അല്ലാതെ സുപസ്തി സീക്രമാണല്ലോ കൊടുക്ക. എന്റെ അളിയന് വിവരമുണ്ട് അല്ലേ? ഇതിനെടുത്ത് അകത്ത് വെച്ചേക്ക്. മതിയടി, ചോറ് മതി. സമയം എന്തായെന്നറിയോ? നിങ്ങൾ ഇതൊരു ഭക്ഷണം കഴിച്ച് തീർന്നില്ലേ? അത് തന്നെ അവന്റെ പ്ലാൻ. അതെങ്ങനെ പറ്റും? എടാ, അവന് ഭരിക്കാൻ ഒരു തടസ്സവും ഇല്ല. നിലവിൽ കള്ള ഷാപ്പോ റേഷൻ കടയോ നടത്തുന്നവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ ഒരു നിയമപ്രശ്നവും ഇല്ലെന്നാ ഭാർഗവ വക്കീൽ പറഞ്ഞു. ഇനിയിപ്പോ അവനെ തളയ്ക്കാൻ എന്താ ഒരു വഴി? അതിനാ ശങ്കരനാശനെ വിളിച്ച പോരെ? എന്നാത്തിന്? പേരിയേറ്റ പാപ്പാന അയാൾ അവനെ പുല്ലുപോലെ തളയ്ക്കും. അയ്യോ, അവനെ തളയ്ക്കുന്നതിന് മുമ്പ് ആദ്യം നിന്റെ തലയിലാ തളം വയ്ക്കേണ്ടത്. ഇങ്ങനെ നിർത്താതെ ധാര കോരിയാൽ ഉടനെ അതും വേണ്ടി വരും. നീ ആ ഗ്ലാസ് താഴെ വെച്ചിട്ട് ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണം, മരക്കഴുത്. ഓക്കെ, ഞാനൊരു കൂട്ടം പറഞ്ഞ വലിയ ഉറപ്പ് ദേഷ്യപ്പെടരുത്. പറഞ്ഞു പോലേക്ക്. ഗിരിയെ ഒതുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം അവന്റെ പക്ഷത്തു നിന്നും ഒരാളെ നാക്കിന് നമ്മുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ പരട്ട ഗിരി നമ്മുടെ അടുത്ത് വന്നാലല്ലേ പറ്റൂ അവന്റെ കക്ഷത്തിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ. കക്ഷമല്ല ഉപേന്ദ്രകുറുപ്പേ, പക്ഷം പക്ഷം. ഉണ്ണി മോനെ, ഉണ്ണി. എന്താ വല്യച്ഛാ? എടാ, നിന്റെ അച്ഛൻ അകത്തോണ്ട് കിടത്താൻ നിന്റെ അമ്മയോട് പറയടാ. വെള്ളമാടാ വെള്ളം. എനിക്ക് വേറെ പണിയുണ്ട്. എവന്റെ അല്ലേ മോൻ? നല്ല അനുസരണ. നല്ലൊരു മാർഗമാടോ കൈമളെ താൻ പറഞ്ഞു. പക്ഷെ അവന്റെ പക്ഷത്തുനിന്ന് ആരെയാ നമ്മുടെ പക്ഷത്തേക്ക് കിട്ടുക? ആ കാര്യം വലിയ കുറിപ്പ് എനിക്ക് വിട്ടേക്ക്. അവന്റെ പക്ഷത്തു നിന്ന് നമുക്ക് പറ്റിയ ഒരാളെ പൊക്കുന്ന കാര്യം ഈ കൈമളേറ്റു. തന്റെ ശരീരവും മറ്റോണ്ട് താൻ ആരെ പൊക്കാൻ പോവാഴൂ? അങ്ങനെ ചുമ്മാ ഒന്നും പൊങ്ങത്തില്ല. ആ പൊക്കുന്നില്ല. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ മനുഷ്യ? എന്തിനാ ഇങ്ങനെ വെറുതെ കിടന്ന് അലർന്നേ? നിന്നെ ആര് വിളിച്ചു? ഞാൻ കാദംബരിയാ വിളിച്ചേ. വല്യേട്ടൻ എന്തിനാ വിളിച്ചേ? എടി, നിന്റെ കെട്ടിയോൻ ചീഞ്ഞു വിളിച്ചകത്തോണ്ട് പോയി കിടത്ത്. പിച്ചും പേയും പറയാൻ തുടങ്ങി. ഇങ്ങോട്ട് വാ മനുഷ്യ.
വരാൻ ഞാനില്ല. നീ കൂടെ ഒന്ന് പിടിച്ചേ എന്നെ ഈ പണി ചെയ്യാൻ വല്ല ചുമട്ടുകാരെ നിർത്തുന്നതായാലേ നല്ലത്. കൈമളെ ഇങ്ങോട്ടൊന്ന്. താൻ പറഞ്ഞത് ഒരു ഉഗ്രൻ ഐഡിയ. ഇത് സാധിച്ചെടുത്താൽ നമ്മൾ ജയിച്ചു. അതെ. ഓ, അതവരുടെ തോന്നല് മാത്രമാണ്. എന്നെ അതിനൊന്നും കിട്ടില്ല. എത്ര 12 അത് ശരിയാക്കാം. അതിനു മുമ്പ് ഡാഡിയുമായി എനിക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടി വരും. അല്ല, എന്താ വിശേഷിച്ച്? കല്യാണോ? ആരുടെ? ഓ, ചേട്ടന്റെ മകളുടെ അല്ലേ? ഞാൻ കാണും. ശരി ശരി. അല്ല, അപ്പൊ നമ്മുടെ കാര്യം? താനെന്തിനാടോ പേടിക്കണത്? ഈ കേസ് ഞാൻ ഏറ്റെടുത്തത് കൊണ്ടല്ലേ നമ്മൾ അങ്ങോട്ട് പോണത്. അതല്ല, ഈ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ. അതിനല്ലേടോ ഈ ഗോപിക്കുട്ടനുള്ളത്. ഒക്കെ ശരിയാക്കി തരാന്നേ. ഓ മൈ ഡാഡ്, ഇന്നത്തെ എന്റെ ദൗത്യം ഇതാ പൂർണ്ണമായിരിക്കുന്നു. എടാ ഗോപി, നിന്നോട് ഞാൻ എത്ര ആവർത്തി പറഞ്ഞിരിക്കുന്നു എന്നെ ഡാഡി ഡാഡി എന്ന് വിളിക്കരുതെന്ന്. ആരാടാ ഇവരൊക്കെ? കസ്റ്റംസാ. എന്റെ കസ്റ്റമേഴ്സ് ആണെന്ന് പറയായിരുന്നു. അവർക്കൊരു 3 നമ്പേഴ്സ് സാധനം വേണം. ആദ്യം കാശെടു. ആ, അത് മറന്നുപോയി. കാശട് പോക്കറ്റ് വെച്ചിട്ട് മിണ്ടാതിരിക്കണ. 1 2 3 4 5 6 കറക്റ്റായിട്ട് എണ്ണണം. അവസാനം തെറ്റിപ്പോയെന്ന് പറയരുത്. കൂടുതലുണ്ടെങ്കിൽ ഇങ്ങോട്ട് തരണം കേട്ടാ. കറക്റ്റല്ലേ? ഒന്നാം തീയതി ആയാൽ ആരുടെയൊക്കെ കാല് പിടിക്കണ ഒരു ഉപ്പി സാധനത്തിന്. ചേട്ടാ, ഒറിജിനൽ തന്നെയല്ലേ? മക്കളെ, കാലം കുറയായത് തുടങ്ങിയിട്ട് കള്ളില് കള്ളം കാണിച്ചാലേ കഞ്ഞിറങ്ങിച്ചാവൂല. വാ പോ. അല്ല ആശാനെ, എനിക്കൊരു സംശയം. എന്താടാ? ഈ പശുവെ കിളി പിടിക്കോ? ഒരിക്കലുമില്ല. എന്താ കാര്യം? ഇന്നത്തെ പത്രം എടുത്ത് ഞാൻ നോക്കിയപ്പോൾ അതിൽ വായിച്ചു പശുവെ കിളി പിടിച്ചു. എടാ മണ്ട, പശുവെ കിളി പിടിച്ചു എന്നല്ല, പശു വെകിളി പിടിച്ചു എന്ന് ഇന്നത്തെ പത്രത്തിൽ ഞാനും വായിച്ചു. ഒന്നുമില്ലടേ, നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കി. എന്താ കാര്യം? നിത്യമോളുടെ ആട്ടുംകുട്ടിക്ക് 3-4 ദിവസമായിട്ട് നിർത്താതെ വയറ്റിന്ന് പോടും. എങ്കിൽ താനൊരു ബക്കറ്റുമായിട്ട് അതിന്റെ പുറകെ നടന്നാ പോരെ? തമാശകളാ. നീ തന്നെ വന്ന് എന്തേലും മരുന്ന് കൊടുക്കണമെന്ന് വലിയ കുറിപ്പിനൊരു നിർബന്ധം. അതെന്താ അങ്ങേരിക്കും പോയിക്കൊണ്ടിരിക്കണ? അതെ, മെമ്പർ ലീലാമ്മ ചേച്ചിയുടെ താറാവ് വീണ് കാലൊടിഞ്ഞിട്ട് 3 ദിവസമായി. ഞാൻ അതിനെ പ്ലാസ്റ്റർ ഇടാൻ പോവാ. കുറിപ്പിനോട് പറഞ്ഞാൽ വൈകുന്നേരം വന്ന് കണ്ടോളാന്ന് കേട്ടോ. വൈകിട്ട് ചെയ്യും. പ്ലാസ്റ്ററിന്റെ ഇടല അങ്ങനെ ഒരു തൂറ്റല്. അല്ല, എലിസബത്തോട്ടാ മോനെ നഴ്സറി ചേർക്കാൻ ഓ, പോവാ. അതിനുള്ള പ്രായമൊക്കെ ആയ പിന്നെ ഇവന് 3.5 വയസ്സായില്ലേ? ഭർത്താവ് എത്യോപ്യാന്ന് ഇപ്പഴെങ്ങാനും വരുമോ? മിക്കവാറും അടുത്ത മാസം വരും. അല്ല, ഭർത്താവ് പോയിട്ട് എത്ര വർഷമായി? 6 വർഷം. പോട്ടെ. അണ്ണാ, ഭർത്താവ് പോയിട്ട് 6 വർഷം, കൊച്ചിന് 3.5 വയസ്സ്. ഈ കണക്കത്ര ശരിയല്ല അണ്ണാ. അതെ, കണക്കെല്ലാം ശരിയാണ്. ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ കാലമല്ലേ. ഈ കൊച്ചിനെ ഇവൾ ചിലപ്പോൾ ഇന്റർനെറ്റ് വഴി ഡൗൺലോഡ് ചെയ്തെടുത്തതാണെങ്കിലോ? ഓ, അങ്ങനെ വിശ്വസിക്കാം അല്ലേ? വിശ്വസിച്ചേ പറ്റൂ. ചെന്നൈയിൽ കാർ ബോംബ് സ്ഫോടനം, അമ്മയും കൈക്കുഞ്ഞും കൊല്ലപ്പെട്ടു. അതൊന്ന് വിശദമായിട്ട് വായിക്കണ്ട. ചെന്നൈ ഓഗസ്റ്റ് 13. ഇവിടെ മൗണ്ട് റോഡ് സ്പെൻസർ ടവറിന് മുൻവശം കാർ ബോംബ് സ്ഫോടനത്തിൽ അമ്മയും കുഞ്ഞും കൊല്ലപ്പെട്ടു. ശിവഗംഗ റൂറൽ SP ശ്രീ ഷൺമുഖവേലിന്റെ മകൾ മഞ്ജുള, അവരുടെ 3 മാസം പ്രായമായ മകൻ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത്. ഷൺമുഖവേൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്നലെ വൈകുന്നേരം 4:30 മണിയോടുകൂടിയായിരുന്നു സംഭവം. കാർ പാർക്ക് ചെയ്ത സ്പെൻസർ ടവറിനുള്ളിൽ ഷൺമുഖവേൽ കയറി നിമിഷങ്ങൾക്കുള്ളിലാണ് സ്ഫോടനമുണ്ടായത്. വൻ നഗരങ്ങളിലെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തിയിരിക്കുന്ന ഈ സ്ഫോടനത്തിന് പിന്നിൽ തീവ്രവാദി സംഘടനയായ PTP ആയിരിക്കുമെന്ന് സംശയിക്കുന്നതായി തമിഴ്നാട് DGP ശ്രീ തോണ്ടാമാൻ പറഞ്ഞു. എന്താന്ന്? കഷ്ടമായിപ്പോയെന്ന് ജപ്പാൻ ഭാഷ പറഞ്ഞാടോ, പറഞ്ഞൂടെ? അങ്ങനെ ബോംബെ തുടങ്ങിയ ബോംബിടിയിൽ ചെന്നൈ വരെ എത്തി. വന്ന് മനുഷ്യന്മാരുടെ ജീവനൊരു വിലയിലുണ്ടായി. അപ്പോ അടുത്ത ബോംബെടിയിൽ ഇവിടെ ആയിരിക്കും. അയ്യോ, അതിനെ കുറിച്ച് ഇടേണ്ടവരാലോചിച്ചോളൂ. തൽക്കാലം നീ ഇവർക്ക് ചായ എടുത്ത് കൊടുത്തേച്ച് പോയി വടയിടാൻ നോക്കണം. ചുമ്മാ എന്നത്തിന് ജപ്പാൻ ഭാഷ കളയുന്നത്. ബോംബിടും. ഇയാളുടെ വായിക്കാത്തൊരു ബോംബിടാൻ ആളില്ലാതായി പോവല്ലേ. എന്തോ ഇടുന്ന കാര്യമാടാ നീ പിറുപിറുക്കുന്നത്? ഈ ഉണ്ടപ്പൂരി എടുത്ത് ചീനിച്ചട്ടി ഇടുന്ന കാര്യം പറഞ്ഞതാ. നിങ്ങൾ ഈ പത്രം നിന്നോണ്ടിരിക്കാതെ പോത്തിനെ കൊണ്ട് കണ്ടെത്തി കെട്ടിച്ചു വാ മനുഷ്യ. ഈ ചേച്ചിയുടെ ഒരു കാര്യം, ഒരു പോത്തിനെ കൊണ്ട് കെട്ടാൻ മറ്റൊരു പോത്തിന്റെ അടുത്ത് ആരെങ്കിലും പറയൂ?
ജാനമ്മ ചേച്ചി നിങ്ങൾ ആ ഗിരിയന്റെ നമ്പറിങ് എടുത്തേ. എന്താടാ ഇത്ര അത്യാവശ്യം? പൂച്ചേരി കണ്ടതിലെ മട തുറക്കാൻ ആ മാടഞ്ചേരി നരേന്ദ്രൻ ആളെ കൂട്ടി വന്നിരിക്കുക. എങ്കിലും വല്ലതൊക്കെ നടക്കും. നരേന്ദ്ര വേദന ഉണ്ടോടാ? ഒടിവൊന്നുമില്ലല്ലോ കൈമളെ. ഇനിയിപ്പോ എന്തോടിയാൻ? ഈഞ്ച ചതയ്ക്കും പോലെ ചതച്ചു കളഞ്ഞില്ലേ? വാചടിക്കാൻ ഇങ്ങോട്ട് ഒരു ചൂട് പിടിപ്പിക്കണോ കോപ്പേ? നീ എന്നെ കാണാൻ വന്നിരിക്കണ. നല്ല രസമുണ്ട് ചിറ്റപ്പ. റസലിങ്ങിൽ ഇടികൊണ്ട് കിടക്കും പോലുണ്ട്. അവന്റെ ഇടികൊള്ളാതെ അകത്തോട്ട് കയറി പോടാ. വാരിയല്ലൊക്കെ 5 കിലോ പടി കൊണ്ട് ഇടിച്ച മാതിരി ഉണ്ട്. എന്റെ അമ്മേ, എന്തായാലും അവന്റെ ശക്തി അപാരം തന്നെ. അത് പിന്നെ പറയാനുണ്ടോ? കലപ്പ പിടിച്ച് തഴമ്പിച്ച കൈയല്ലേ അളിയന്റേത്. അത് വാസ്തവം. ഇടക്കിടക്ക് ഡോക്ടർക്കും ഇതുപോലെ കിട്ടാറുണ്ടല്ലോ. സോറി, ചുമ്മാ ഓരോന്നിനും ഇറങ്ങി പുറപ്പെടുമ്പോ 2 വട്ടം ആലോചിക്കണമെന്ന് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിരിക്കുന്നു. കേത് അഷ്ടമത്ത് നിൽക്കുമ്പോ ഒന്നും ചെവി കേറൂല വലിയ കുറിപ്പേ. വിനാശകാലേ വിപരീത ബുദ്ധി. തന്നെയോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞത് അയാളുടെ ഒരു ഒടുക്കത്തെ പഴമൊഴി. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. 2 പെഗ് കൊക്കോ ബ്രാൻഡിയിൽ 2 പച്ചമുട്ട അടിച്ച് കുരുമുളക് പൊടിയിട്ട് ഒറ്റ വലിക്ക് കുടിച്ചിരുന്നേൽ എല്ലാം ഓക്കെ ആയ. നന്നായിരിക്കണം. അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. നിങ്ങളോ കെട്ടു അവനെ കൂടെ കെടുത്താൻ നോക്കുകനി. വെക്കാൻ അറിയത്തില്ല വെച്ചിട്ട് പോടോ ക്ലാപ്പാ. എടാ നരേന്ദ്ര, ഈ കൈമളോട് കാണിക്കുന്ന ചൂട് ആ അരുണഗിരിയോട് കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വലുത് സംഭവിക്കുമായിരുന്നോ? ഇതിപ്പോ അങ്ങാടി തോറ്റനെ അമ്മയോട് എന്ന് പറഞ്ഞ പോലെ അല്ലേ ചേച്ചി? ശബ്ദം. ഇനി എല്ലാരും കൂടി അവന്റെ മൈക്കിട്ട് കയറണ്ട. അവരൊരു അബദ്ധം പറ്റിപ്പോയി അത്ര തന്നെ എന്ന് പറഞ്ഞ് ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റൂ കുറുപ്പേട്ട? ആരോടാ വെറുതെ വിടുന്നത്? ഇതിന് പകരം വീട്ടിൽ ഞാൻ തന്നെ അവന്റെ ചേട്ടൻ പറഞ്ഞു പിടിക്കുന്നത്. ഒരു മിനിറ്റ്. അതെ, കുറുപ്പേട്ടൻ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് അളിയനെ ഒതുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാടിളക്കിയ കൊമ്പനും ഒടുവിൽ വാരിക്കുഴിയിൽ വീട് കുറുപ്പേട്ട. ഇവൻ പറഞ്ഞതുപോലെ അളിയനെ വീഴ്ത്തണമെങ്കിൽ അതിന് പറ്റിയൊരു മാർഗം എന്റെ കൈവശമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ തുറന്നു പറ. ആ ചെവി തന്നെ. അളിയന്റെ ഷാപ്പിൽ വിൽക്കുന്ന കള്ളിൽ വിഷം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അളിയന്റെ ഷാപ്പ് പൂട്ടും. എങ്ങനെയുണ്ട്? എടാ ഗോവർദ്ധന, നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നു. ഇത് നേരത്തെ നിന്റെ അളിയന്റെ നേർക്ക് പ്രയോഗിച്ചിരുന്നെങ്കിൽ നിന്റെ ഭാര്യ സ്വർണത്തിന്റെ ഷെയർ എന്നേ നിനക്ക് കിട്ടുമായിരുന്നു. ഇപ്പൊ അങ്ങനെയായോ? കുറുപ്പേട്ടനല്ലേ പറഞ്ഞ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്റെ ഓഹരി വാങ്ങി തരുമെന്ന്. ഒടുവിൽ കാല് മാറൂ കുറുപ്പേട്ട. എടാ മാടഞ്ചേരി കുറുപ്പന്മാരെ ഒരു വാക്ക് പറഞ്ഞാൽ അതിൽ മാറ്റമില്ല. നിന്റെ ഭാര്യ സ്വർണത്തിന്റെ ഷെയർ ഞാൻ വാങ്ങിത്തരും. മതി, അത് മതി. പിന്നെ തൽക്കാലം ഞാനിവിടെ വരുന്ന കാര്യം ഒരു കുഞ്ഞു പോലും അറിയണ്ട. അറിഞ്ഞാൽ ഡോക്ടറുടെ ഷെയർ എപ്പ കണ്ടുകിട്ടിന്ന് വെച്ചോ അല്ലേ കുറുപ്പേട്ട? ഒരു കുഞ്ഞു പോലും അറിയില്ല. ഗജേന്ദ്ര കുറുപ്പ പറയുന്നത്. നീ ധൈര്യമായിട്ട് പോ. ശരി. ഇവൻ കൊള്ളാം. വാസു, ഇതുപോലത്തെ മൂത്ത ഒരു കുപ്പി കൂടെ പോകട്ടെ. ഇതിപ്പോ 4ാമത്തതാ. ഓർമ്മയുണ്ടല്ലോ, ഒടുക്കാൻ കടം പറയരുത്. കണ്ണിന് കടം പറയാനാ? അത് ഈ ജപ്പാൻ. നീ ഇങ്ങോട്ട് നോക്കിയേ, എന്റെ കയ്യിൽ കാശിന്റെ ചാകരയാ. ചാകരയ്ക്ക് മേലെ എന്തായാലും ഇന്ന് വല വീശിയ ഉടൻ വീശിയില്ലെങ്കിൽ ചേച്ചിയുടെ കാര്യം പോക്കാ. കേടോ മുതുക്ക, പലചരക്ക് കടയിൽ കൊടുക്കാൻ തന്നുവിട്ട കാശെടുത്ത് താൻ വെള്ളം ഒടിച്ച് തീർക്കുമല്ലേ? വശപ്പശായിട്ട് പിടിക്കല്ലേ? എവിടെ കോച്ചോ കൊളുത്തോ ചെയ്യും? കോച്ചിന്റെ അപ്പലാടാ. നിന്നെ അല്ലടാ പറഞ്ഞ പന്നി. പിന്നെയും കോച്ച്. എന്റെ ഹിഡുമ്പി, നീ സാധുവിനെ വെറുതെ വിടൂ. അവൻ ഈ ലോകത്തിൽ സ്വതന്ത്രമായി വിഹരിച്ചോട്ടെ. ചാണാക്കുഴിയല്ല, അവനാക്കുഴി. എന്ത് കുഴി വേണേലും ആയിക്കോട്ടെ, വെറുതെ എന്റെ വായിരിക്കുന്നത് കേക്കരുത്. മര്യാദക്ക് എണീറ്റ് വന്നോ, ഇല്ല എന്റെ താനെ ഗുണം താൻ ഇന്ന് കാണും. അത് ഈ പ്രപഞ്ചത്തിലെ ഇരുണ്ട ഭൂഖണ്ഡം പോലല്ലേ? എടോ കുഴിയുമാരാ, പോക്കൃത്തരം പറയരുത്. എന്താ ജാനം ഇത്? ഭർത്താവായി പോയി, കഷ്ടം. അയാൾക്ക് മദ്യപിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തൂടെ? മദ്യപിക്കരുതെന്ന് ആരാ പറഞ്ഞത്? പിന്നെന്താ ചേച്ചിയുടെ പ്രശ്നം? വെള്ളം അടിക്കുന്നെങ്കിൽ സ്വന്തം കാശിനായിരിക്കണം, അല്ലാതെ കട്ടിട്ട് മോട്ടിച്ചിട്ടും അല്ല. ക്ഷേമ രാഷ്ട്രങ്ങളിൽ കാശിന് വിലയില്ല മണ്ടോദരി. താനെങ്കിൽ വീട്ടിൽ വന്നാലേ വെച്ചിട്ടുണ്ട് തനിക്ക്. അങ്കുശമില്ലാത്ത ചാവല്യമേ മണ്ണിൽ അങ്ങനെയെന്ന് വിളിക്കുന്നു ഞാൻ. ചേട്ടാ, ഈ സ്ത്രീകളെ കൊണ്ട് ദുരിതമായല്ലോ. മനസമാധാനമായിട്ട് മനുഷ്യനെ വെള്ളം അടിക്കാനും സമ്മതിക്കില്ല എന്ന് വെച്ചാ എന്റെ അമ്മേ. ഈശ്വര, ചതിച്ചോ? പാവം ഉറക്കത്തിൽ ഭക്ഷണം കഴിക്കണം. മാമ, മാമ, കുട്ടമല്ല മാമ. അയ്യോ, എന്റെ പൊന്നമാനെ, ഇന്ന് ഞാൻ ഒരു കുപ്പി പോലും വിട്ടിട്ടില്ല. മാമ, ഇത് ഞാനാ, ഗോവർദ്ധനൻ. എന്താ ആരലറിയത്? ഞങ്ങളല്ല, മാമനാ. വാട്ട് ഹാപ്പൻഡ് ദാറ്റ്? മോനെ, ഞാൻ വിചാരിച്ചു പോലീസുകാരായിരിക്കും. ഓഹോ. എടാ, നിനക്കൊക്കെ വരുമ്പോ പറഞ്ഞുകൂടെ പോലീസ് അല്ലെന്ന്? വാപ്പസ് ജാവോ. ആട്ടെ, നിങ്ങൾ എന്താ പതിവില്ലാതെ?
ഒരു മിനിറ്റ് ഓ മാ വരണ്ട ഉറങ്ങിക്കോ. എന്താ പ്രശ്നം? ആ മാടഞ്ചേരി വെച്ച് ഓ കാര്യം പിടികിട്ടി. ആ പ്രശ്നത്തിൽ നിന്ന് എന്നെ വിട്ടേക്ക് ഗോവർദ്ധന. കണ്ണി ചോരില്ലാത്ത വർത്താനം പറയല്ലേ അണ്ണാ. നീ മിണ്ടരുത്. രണ്ടിനെ കൺമുമ്പിൽ കണ്ട അപ്പ കുത്തി മലത്തുന്ന ഗിരി പറഞ്ഞേക്കണത്. അല്ല ഗോവർദ്ധന, എന്താ നിന്റെ ഉദ്ദേശം? അണ്ണാ അതാ പന്ന കൈമള് ചെയ്ത പണിയാണെന്നേ. ആ കൈമള് പറഞ്ഞിട്ടാ ഞാൻ അവിടുത്തെ ആടിനെ ചികിത്സിക്കാൻ പോയത്. ആടിനെ ചികിത്സിക്കാൻ പോയത് പിന്നെ അതിനെ പിന്നാമ്പുറത്തേക്ക് ഓടിയത്? അത് പിന്നെ ആടിന് മരുന്ന് കലക്കി കൊടുത്തോണ്ടിരുന്നപ്പോ ഉമ്മറത്ത് ബഹളം കേട്ട്. അതെന്താണെന്ന് അറിയാൻ ഞങ്ങൾ വന്നപ്പോഴാണ് നിങ്ങളെ കണ്ടതും ഞങ്ങൾ ഓടിയതും അല്ല അണ്ണാ. അതെ എടാ, കൂട്ടത്തിൽ നിന്നും കുഴി കുത്തുന്നവനെ കുത്തി മലത്തുന്നവനാണ് ഗിരി. അതുകൊണ്ട് എന്റെ പൊന്നുമക്കൾ വേഗം സ്ഥലം വിട്. ചെല്ലി അങ്ങനെ കൂട്ടത്തിലുള്ള സ്വന്തം അളിയനെ കുത്തേന്നും ഇല്ലായിരിക്കും അല്ലേ? അളിയനെ കുത്തിക്കൊല്ലാൻ പോണത് ഈ കുട്ടനാട്ട് ആദ്യമായിട്ടാ. ഈശ്വര, അത് ഞാൻ കാണേണ്ടി വരുമല്ലോ. അയ്യോ, അണ്ണാ, കുത്തനെ കൊന്നു. ഹേയ് ജാനമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല. അതെ അതെ. എന്താ കുറുപ്പ് സാറേ അർത്ഥം വെച്ചുള്ളൊരു പറച്ചില്? എനിക്ക് അങ്ങനെ അർത്ഥവും വൃത്തവും ഒന്നും ഇല്ല ജാനമ്മേ. ഒരു തൊഴിലാളിയെ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് പറഞ്ഞു വിടാം, ന്യായം. അതിനായി ചതിപ്രയോഗം നടത്തരുത്. ചതിയോ? ആരാ ചതിച്ചത്? ആ ഗോവർദ്ധനൻ അല്ലാതാരാ? പക്ഷേ സംഗതി കാർത്തികേയന്റെ കണ്ണിപ്പെട്ടു. അല്ലേൽ അവനിപ്പോ അഴി എണ്ണിയനെ. ഒന്ന് വിശദമായി പറ കുറുപ്പ് സാറേ. മറന്നു വെച്ച് പോയതെന്തോ എടുക്കാൻ വേണ്ടി ഷാപ്പിൽ കയറിയ കാർത്തികേയൻ കണ്ടത് അവന്റെ കന്നാസിൽ സ്പിരിറ്റ് കലർത്തിക്കൊണ്ടിരുന്ന ഗോവർദ്ധനെയാണ്. എന്നിട്ട് എന്താകാൻ? സംഗതി മനസ്സിലാക്കിയ കാർത്തികേയൻ അവൻ എടുത്തിട്ട് അങ്ങ് പൊരിച്ചു. മർദ്ദന മർമ്മത്ത് കിട്ടിയപ്പോ സത്യം പറഞ്ഞു. എന്തോന്ന് സത്യം? അവനെ കൊണ്ട് ഇത് ചെയ്യിച്ചത് അരുണഗിരിയാണെന്ന്. എന്നിട്ട് ഈ നാട്ടുകാരും അറിഞ്ഞില്ലല്ലോ. അതങ്ങനെ അറിയാനോ മാത്തച്ച? നിമിഷങ്ങൾക്കകം അവരൊക്കെ കൂടി വാദിയെ പ്രതിയാക്കിയില്ലേ? ആ കാർത്തികൻ ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ അവിടെ നിന്ന് കുടിക്കുന്ന നിങ്ങളൊക്കെ കണ്ണും പോയി മണ്ണിനടിയിലായനെ. ഓ, ഇതെനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ജാനമയ്ക്കെന്നല്ല ആർക്കും വരില്ല വിശ്വാസം. അത്രയ്ക്ക് സീക്രട്ട് ആയിട്ടല്ലയോ അവര് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. പണ്ടേ ഞാനവനെതിരാന്നാ നിങ്ങളൊക്കെ പറയുന്നത്. ഇനി മറ്റേ കാര്യം കൂടി അറിഞ്ഞ ഈ ജാനമ്മ എന്നെ പറയും. അതും പറഞ്ഞോണ്ടൊക്കെ നമ്മളന്ന്. അതെന്ത് കാര്യമാ വലിയ ഉറുപ്പേ? ആ വേണ്ട ഒന്നുമില്ലടോ. അപ്പോ എന്തോ ഉണ്ടല്ലോ. താൻ പറയടോ. പുതിയ ഗ്രാമസേവിയുണ്ടല്ലോ ആ മല്ലിക, അവളിപ്പോ സദാസമയവും ഗിരിയുടെ വീട്ടിലാ. എന്ന് വച്ചാ ഊണും ഉറക്കവും. ഇനിയിപ്പൊ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് ദൈവത്തിനറിയാം. എടോ കൈമളെ, പോക്കൃത്തരം പറയരുത്. പോക്കൃത്തരോ? ഇത് കൊള്ളാം. ഇപ്പൊ സദാസമയവും പ്രസിഡന്റിന്റെ ജീപ്പിലാ അവിടെ സഞ്ചാരം. അല്ലേലും ഉള്ളത് പറഞ്ഞ പണ്ടേ ജാനമ്മയ്ക്ക് പിടിക്കില്ല. വലിയ ഉറുപ്പേ, ഈ വക കാര്യങ്ങളൊന്നും ഇവിടെ വന്നിരുന്ന് ഒലത്തരുത്. ഒലത്തൊക്കെ കാലമായി. നീ ഇനി അകത്ത് പോയിച്ചിട്ട് കടുവ് പൊട്ടിച്ചത് വാങ്ങി വെക്ക. വലിയ ഉറുപ്പിന് എന്താ ചായ കിട്ടിയില്ലേ? ഓ ധൃതിയില്ലടോ ജപ്പാനെ, പതുക്കെ മതി. ആയിക്കോട്ടെ. 3 ചായ എടുത്തോ ജപ്പാൻ കുട്ടി. 2 ഫ്ലാസ്കിലും 1 എനിക്കും. എനിക്കുള്ളത് ഇത്തിരി സ്ട്രോങ് ആയിട്ട് എടുത്തോ. ഫ്ലാസ്കിൽ ആർക്കാ? നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനും ഗ്രാമസേവിയൊക്കെ അവിടെ പഞ്ചായത്ത് ഓഫീസിൽ എന്തോ ഡിസ്കഷൻ നടക്കാം. വേഗം വേണേ. എന്താടി കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നേ? നിന്റെ ആ പേട്ട വക്കീലിനോട് പറഞ്ഞു ഒരു മുൻകൂർ ജാമ്യം എടുത്തു വെച്ചോ. ആർക്ക്? നിന്റെ പുന്നാരാങ്ങളയ്ക്ക്. അവനിന്ന് പഞ്ചായത്ത് ഓഫീസിൽ കാണിച്ചു വെച്ച പുകലൊക്കെ നീ അറിഞ്ഞോടി? തെറിവിളി ഒന്നും ഇവിടെ വേണ്ട. പഞ്ചായത്ത് ഓഫീസിൽ എന്ത് കൂത്ത് നടന്നു എന്നാ നിങ്ങൾ ഈ പറയുന്നേ? അവിടെ ഇന്ന് എന്റെ അളിയൻ എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റും മല്ലിക എന്ന ഗ്രാമസേവിയും കൂടെ പട്ടാപ്പകൽ അടച്ചിട്ട മുറിയിൽ ലേല സമ്മേളനം നടത്തിയെന്ന്. എന്റെ അണ്ണനെ പറ്റി വേണ്ടാതിനെ പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞെന്താടി? നീ നിന്റെ അണ്ണനും കൂടി എന്നെ മൂക്കി കയറ്റു. അതൊക്കെ പണ്ട്. ഇനിയെങ്ങാനും എന്നെ തൊട്ടാൽ എല്ലാത്തിനും ഞാനുണ്ടല്ലോ. എന്താടാ ഇത്? ഇവിടെ മറ്റുള്ളവർക്കെങ്കിലും കുറച്ച് സ്വസ്ഥത തന്നൂടെ? ഇതാരും മദർ തെരേസയോ? നിങ്ങളുടെ മകൻ ഇപ്പൊ എത്ര വയസ്സായി? എത്ര വയസ്സായാലും നിനക്ക് എന്താടാ പ്രശ്നം? പ്രശ്നങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അയാളെ പിടിച്ച് കെട്ടിക്ക്. നിങ്ങളുടെ മോളെ കെട്ടിയെങ്കിൽ അന്തസ്സുള്ള ഒരു കുടുംബത്തിലുള്ളതാ ഞാൻ. ഓ, നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ച് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ മോളെ ഉങ്ക് കണ്ടോ? അവൾക്ക് തന്നെ വെറും പുച്ഛം. നിങ്ങളുടെ പൊന്നാര മോന് പട്ടാപ്പകല് ഗ്രാമസേവിയെ സേവിക്കാം. നിങ്ങളെ മോളെ കെട്ടിയ എനിക്ക് രാത്രി പോലെ ഇവിടെ നിന്റെ പരട്ട തള്ള എന്നെ തല്ലി. നീ അത് നോക്കി നിന്നല്ലേ? അതെ, തല്ലി. വേണ്ടി വന്ന ഇനിയും തല്ലും. ഞാൻ ചെയ്തത് എന്റെ അമ്മ ചെയ്തത്. അതോർത്താൽ നിങ്ങൾക്ക് കൊള്ളാം. പോയാ അയ്യോ അണ്ണാ, വെള്ളമില്ല അണ്ണാ. പോയി വെള്ളം എടുത്തോണ്ടാ. ഞാൻ തന്നെ പോണോ അണ്ണാ? പിന്നെ വെള്ളം കൊണ്ടുവരാൻ നിന്റെ അച്ഛൻ കൊതുക് വാച്ച് വരുമോ? അണ്ണ സ്വർണ്ണ ചേച്ചിയോട് കുറച്ച് ടച്ച് ചെയ്യാൻ വല്ലതും ചോദിക്കണം. ചാവിട്ട് കേറ്റുകളെ. തൽക്കാലം നീ അവളെ ടച്ച് ചെയ്യാൻ നിൽക്കണ്ട. അണ്ണന്റെ ഒരു കാര്യം. പോയി വെള്ളം എടുത്തോണ്ടോടാ. വരുമ്പോ 2 മാവിലയും കൂടെ എടുത്തോണ്ടോ. മാവിലെ അതെന്തിനാ? 1.25 ചക്രത്തിന്റെ ഈ കൂറ സാധനം അടിക്കുമ്പോ തൊട്ട് നിൽക്കാൻ മാവില ധാരാളം. അപ്പൊ ടച്ചിങ് ഓക്കെ. മാവലെങ്കിൽ മാവല. നീ പറഞ്ഞത് നേരാണോടാ?
പെറ്റ തള്ളയാണ് സത്യം. പൊന്നിക്കൊരു കാമനുണ്ട് സത്യം. ഇനി അവളെയും കെട്ടി ഒരു തൊട്ടി കൂടി ഇവിടെ വന്നാൽ എന്റെ ഓഹരിയുടെ കാര്യം പോക്കാടാ പുരുഷു. അയ്യോ ദ്രോഹി, കുപ്പിയിൽ നീ വെള്ളം എടുത്തില്ലേ? ആടി കണ്ട പാടെ ഞാൻ ഓടിയില്ലേ, പിന്നെ ഞാൻ അങ്ങനെ വെള്ളം എടുക്കാൻ പോകും? എന്റെ ആമാശയം വരെ കത്തിക്കാണും. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ തന്നെ ഇരുന്നു, ഞാനിപ്പോ വരാം. അടിച്ചു തീർക്കല്ലേ. അയ്യോ, എന്താണ് രാവിലെ ഒരു ഇളക്കം? ടിപ്പർ ഒന്ന് ഇടിച്ച പോലെ നെഞ്ചി കൂടി തകർന്നു പോയല്ലോ. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തിന്? പടിഞ്ഞാറേ പുറത്ത് ആരോ ചത്ത് കിടക്കുന്നു. ആഹാ, ചത്ത് കിടക്കുന്നോ? എന്റെ ദൈവമേ, അയ്യോ, ഡോ ഇതിനൊന്ന് തിരിച്ചിടോ. എന്തൊരു നാറ്റം! ചാകടേന് മുമ്പ് ഒന്ന് രണ്ട് സാധിച്ച ലക്ഷണമുണ്ട്. നിന്ന് വാചകം എടുക്കാതെ ഇയാളൊന്ന് തിരിച്ചിടോ. ഓ ഇതാ എന്ത് കൊട, ഇത് ഞാൻ പിടിക്കണോ? പിടിക്കണം. ആ ശരി. അയ്യോ, ഇത് നമ്മുടെ ഗോവർദ്ധനല്ലേ? ശ്വാസം ഉണ്ടല്ലോ, പിന്നെങ്ങനെയാ മരിച്ചത്? താൻ പോസ്റ്റ്മോർട്ടം നടത്താതെ കുറച്ച് വെള്ളം കോരി അവന്റെ മുഖത്ത് ഒഴിക്കടോ. ഓ ഓ, ആരേട്ടാ? ഗോവർദ്ധന മരിച്ചിട്ടൊന്നുമില്ല, ബോധം കെട്ടതാ. വെള്ളം വെള്ളം. ആ, ഹാങ് ഓവറാ. ഒരു പെഗ് കൊടുത്താൽ മതി. ഓക്കെ, അതിനോട് മിച്ചം ഉണ്ടായിട്ട് വേണ്ടേ? അയ്യോ എന്നെ വെടിവെക്കല്ലേ, ഞാൻ ചത്തുപോകും. എടോ ഗോവർദ്ധന, ഇത് ഞാനാ, ഗജേന്ദ്ര കുറുപ്പ്. അപ്പൊ ഞാൻ ചത്തില്ല. എന്താടാ പിച്ചുമ്പയും പറയുന്നേ? ഇതുവരെ കെട്ടിറങ്ങിയില്ലേ? അയ്യോ കുറുപ്പ, ഞാൻ ഫിറ്റൊന്നും അല്ല. എന്നെ ഇന്നലെ ഒരു തീവ്രവാദി വെടിവെച്ചു. വെടിവെച്ചോ? തീവ്രവാദി എവിടെ വെച്ച്? എന്റെ വലിയ കുറുപ്പെ, ഇന്നലെ ഞാൻ ഗിരിയളിയനെ പിന്തുടർന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. അവിടെ പോയപ്പോഴാണ് ഞാൻ ആ കാര്യം അറിയുന്നത്. എന്ത് കാര്യം? ഗിരിയളിയന് വരുണഗിരി എന്ന് പറയുന്ന ഒരു അണ്ണനുണ്ടെന്ന്, അയാൾ തീവ്രവാദിയാണെന്ന്. അവിടെ വെച്ച് ഗിരിയളിയൻ വേറൊരുത്തനുമായിട്ട് രഹസ്യമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവരെന്താടാ സംസാരിച്ചത്? ഗുഡ് മോർണിംഗ് മാഡം, എനിക്ക് പ്രധാനപ്പെട്ട ഒരു അടുത്ത ജന്മത്തിലേക്ക് രാജു രാധയായിട്ട് ജനിച്ചാൽ മതി. അതെന്താടാ? അതാകുമ്പോ സ്കൂളിൽ പോകണ്ട, വലുതാവേയില്ല. എനിക്ക് അടുത്ത ജന്മം കബീഷായി ജനിച്ചാൽ മതി. അയ്യോ അത് പറ്റൂല. ഒരാൾക്ക് എത്ര ജന്മം ഉണ്ടെങ്കിലും ഒരു പ്രാവശ്യം കബീഷാൻ പറ്റുള്ളൂ.